പെട്ടെന്ന് ചൈനയിൽ പോയതാണ് അടുത്ത ഏറ്റവും വലിയ ഇഷ്യൂ ഉണ്ടായത്. പെട്ടെന്ന് ട്രംപിനോട് വേണമെങ്കിൽ ചൈനയിൽ പോയി കെട്ടിപ്പിടിച്ചു. ട്രംപിൻ്റെയും ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും അമേരിക്കയുടെ ഉദ്ദേശം എന്തായിരുന്നു? കാരണം ഞാൻ കഴിഞ്ഞ അങ്ങേ പ്രാവശ്യം ന്യൂയോർക്കിൽ വെച്ച് ഇൻഡോ അമേരിക്കൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് അതിൻ്റെ ഒരു ലീഡർ പഞ്ചാബിയൻ, സർദാറല്ല പഞ്ചാബി, മറ്റേ കട്ട് സർദാർ, അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ പ്ലാൻ എന്നോട് പറഞ്ഞു തന്നു. അതായത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇന്ത്യയെ എലിവേറ്റ് ചെയ്യാനുള്ള പ്ലാൻ. അപ്പം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ചൈനയെ കൗണ്ടർ ചെയ്യാനാണ് ഇന്ത്യ കൊണ്ടുവരുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ട്രംപ് 500 ബില്യൺ എന്നൊക്കെ പറയുന്നത് കറക്റ്റായിരുന്നു. അതിന് ട്രംപ് വന്ന ശേഷം ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് 500 ബില്യണിൽ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ചൈനയുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് അതിൻ്റെ കാര്യം. അതിന് ഈ ഒരു സിന്ദൂറുമായിട്ട് മോദിയുടെ ഈഗോ, വില കൊടുക്കുന്ന ഓരോ ഇന്ത്യക്കാരനും വില കൊടുക്കുക. ഇപ്പം മനസ്സിലായാലോ, ചെമ്മീൻ അവിടെ ജോലി ചെയ്യുന്നവരും തിരുപ്പൂറിൽ ജോലി ചെയ്യുന്നവരും ഈ സൂററ്റിലും രാജസ്ഥാനിലും ജൂവലറി ചെയ്യുന്ന ചെറിയ ചെറിയ ജോലി ചെയ്യുന്നവൻ്റെയൊക്കെ ജോലി പോയപ്പോൾ മലയാളിക്ക് മനസ്സിലായില്ല എന്താ ഇഷ്യൂ എന്ന്. ഈ ടെക്കീസിന് H1B വിസ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ മലയാളിക്ക് പിടികിട്ടി സംഭവം അവരുടെ കൺട്രോളിലല്ല. ഇതാണ് ഇഷ്യൂ. ഇതാണ് സ്വന്തം കാര്യം വരുമ്പോഴാണ് ആളുകൾക്ക് പിടികിട്ടുന്നത്.